Hello guys, I am Admin and welcome back to my channel Superness. നമ്മളാണ് സൂപ്പർനെസ് സൂപ്പർ ഹീറോസ്. സൂപ്പർനെസ്സിന് വേണ്ടിയിട്ട് പുതിയ മാർവലിലേക്ക് എല്ലാ സൂപ്പർ ഫാൻസിനും സ്വാഗതം. സോ ഇതാണ് നമ്മളെ ഫെൻറ്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിൻ്റെ ഫസ്റ്റ് ഒഫീഷ്യൽ ട്രെയിലർ അങ്ങനെ റിലീസായിരിക്കുകയാണ്. സോ എന്തൊക്കെ തന്നെയാലും ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അന്ന് ഉടനെ എനിക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റിയില്ല ചില സാങ്കേതിക കാരണങ്ങളാൽ. പക്ഷേ ഒരുപാട് ഡീറ്റെയിൽസും കുറേ റിസർച്ചിന് ശേഷം ഞാൻ ഒരുപാട് ഡീറ്റെയിൽസ് ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം എന്താ പറയുക, സമയം വെറുതെ കളയുന്നില്ല, നമുക്ക് ബ്രേക്ക് ഡൗണിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓസം ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വേണ്ടി ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് അടുത്തുള്ള ബെല്ലിലും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. സോ ഗൈസ്, ഈ ഒരു മൂവി നടക്കുന്നത്, അതായത് ഫെൻറ്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് നടക്കുന്നത്, നമുക്കിപ്പം കിട്ടിയൊരു വിവരം വെച്ച് ഒരു 60s കാലഘട്ടത്തിലാണ് ഈ പടം നടക്കുന്നത്. അത് മാത്രമല്ല, മെയിൻ മാർവൽ MCU യൂണിവേഴ്സിൽ നിന്ന് മാറി ഒരു ആൾട്ടർനേറ്റീവ് യൂണിവേഴ്സിലാണ് നടക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. മാത്രമല്ല, പക്ഷേ ഇത് എന്താ പറയുക, ഈ ഒരു യൂണിവേഴ്സിലുള്ള ഈ 4 ക്യാരക്ടേഴ്സ്, അതായത് ഫെൻറ്റാസ്റ്റിക് ഫോറിലെ 4 മെമ്പേഴ്സും തീർച്ചയായിട്ടും MCUയിലേക്ക് വരും, അതായത് മെയിൻ മാർവൽ ടൈം ലൈനിലേക്ക് വരും. അത് നമുക്ക് ഈ ഒരു ബ്രേക്ക് ഡൗൺ കഴിഞ്ഞ് ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ട്രെയിലർ ബ്രേക്ക് ഡൗണിലേക്ക് ഇറങ്ങാം. സോ ട്രെയിലർ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്ന ഒരാളെയാണ്. സോ ടെഡ് ഗിൽബർട്ട് ഷോ എന്ന് പറയുന്ന ഒരു ഷോ, ടോക്ക് ഷോ ആണെന്ന് തോന്നുന്നു. ഒരു ടോക്ക് ഷോ തന്നെയാണ്, കാരണം ആൾക്കാർക്ക് അവിടെ നിൽക്കുന്ന ഒരു പ്രോഗ്രാം പോലത്തെ നടക്കുന്നു. സോ അതിൻ്റെ ഹോസ്റ്റ് അവിടെ നിന്ന് സംസാരിക്കുന്നു. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്, അതായത് ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ മെമ്പേഴ്സിൻ്റെ, ആ ഹീറോസിൻ്റെ പാസ്റ്റ് അവർ സ്പേസിലോട്ട് പോകുന്നു. അയാൾ അവിടെ നെറേറ്റ് ചെയ്യണം, അവർ സ്പേസിലോട്ട് പോകുന്നു. തിരിച്ചവർ വരുമ്പോൾ അവർക്ക് വേറെ പവേഴ്സ് കിട്ടി ചേഞ്ച് ആയിട്ടാണ് വരുന്നത് എന്നാണ് കാണിക്കുന്നത്. സോ ആ ഒരു സീൻ ചേഞ്ച് ആയിട്ട് നമ്മളെ തിങ്ങിനെ കാണിക്കുന്നു. തിങ് വന്നിട്ട് കുറേ പിള്ളേരുടെ റിക്വസ്റ്റ് കാരണം ഒരു കാറെടുത്ത് പൊക്കുന്നത് ഡയറക്റ്റ് ആയിട്ടൊരു ഈസ്റ്റർ എഗ്ഗാണ്. അത് മാർവലിലെ ഈസ്റ്റർ എഗ് അല്ല, അത് DC കോമിക്സിലോട്ട് പോകുന്നൊരു ഈസ്റ്റർ എഗ്ഗാണ്. അതായത് നമുക്കറിയാം, ആക്ഷൻ കോമിക്സ് ഫോളോ ചെയ്യുന്നവർക്കറിയാം, സൂപ്പർമാൻ്റെ ആദ്യത്തെ കോമിക്കുകളിൽ നിന്നാണ് ആക്ഷൻ കോമിക്സ്. അതിലിങ്ങനെ ഒരു സീനുണ്ട്, അല്ലെങ്കിൽ ഒരു പിക്ചറുണ്ട്, അതായത് സൂപ്പർമാൻ ഒരു കാർ എടുത്ത് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുന്നത്. സോ അതിനൊരു ഈസ്റ്റർ എഗ്ഗാണ്. സോ അവിടെ വെച്ചിട്ടായിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, TV-യിൽ പറയുന്നുണ്ട്, നമുക്കിവരെ എന്താ പറയുക, ഇവർക്ക് റീപേ ചെയ്യാൻ പറ്റില്ലായിരിക്കാം, പക്ഷേ നമുക്ക് അവരെ സെലിബ്രേറ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ആഘോഷിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പം എല്ലാ ആൾക്കാരും വന്ന് ഇവരുടെ അടുത്ത് ഫെൻറ്റാസ്റ്റിക് ഫോർ അടുത്ത് താങ്ക്സ് പറയുന്നതായിട്ടാണ് കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ബാക്സ്റ്റർ ബിൽഡിങ്ങിൽ ഹെർബി, നമ്മൾ ആ ടീസറിൽ കണ്ടതുപോലെ തന്നെ ഹെർബിയും തിങ്ങും കൂടെ ഫുഡ് കുക്ക് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ വെച്ചിട്ട് ഡിന്നറിൻ്റെ ഒരു സീനാണ് നമ്മൾ കാണുന്നത്. അവിടെ വെച്ചിട്ടായിട്ട് നമ്മുടെ തിങ് ചോദിക്കുന്നുണ്ട്, നീ പ്രഗ്നൻ്റ് ആണോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് സീനായിട്ട് നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മുടെ റീഡ് റിച്ചാർഡ്സും അതോടൊപ്പം തന്നെ സൂസ്റ്റോം കിസ് ചെയ്യുന്നൊരു സീനാണ്. ഈ കിസ് ചെയ്യുന്ന സീനിൽ ഞാൻ കിസ്സല്ല നോക്കിയത്, നിങ്ങളൊക്കെ കിസ്സാണ് നോക്കിയതെന്ന് എനിക്കറിയാം. പക്ഷേ അവിടെ ഞാൻ ശ്രദ്ധിച്ചത് സൂസ്റ്റോമിൻ്റെ കാല് വളരെ സ്ട്രെച്ച് ആവുന്നുണ്ട്. അതെന്താണെന്ന് നമുക്കറിയത്തില്ല, സിനിമ കാണേണ്ടി വരും. സോ എന്തൊക്കെ തന്നെയായാലും പിന്നെ നമ്മൾ കാണുന്നത് ഒരു എക്സ്പ്ലോഷനാണ്. അവർ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ ഒരു എക്സ്പ്ലോഷനാണ് നമ്മൾ കാണുന്നത്. അവിടെ വെച്ചിട്ടായിട്ട് നമ്മൾ സിൽവർ സർഫറെ കാണുന്നു. സിൽവർ സർഫർ വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങളാണോ ഈ യൂണിവേഴ്സിലെ പ്രൊട്ടക്റ്റേഴ്സ് എന്ന്. അപ്പോൾ നമ്മുടെ സൂസ്റ്റോം പറയുന്നുണ്ട്, അതെ ഞങ്ങളാണ് ഈ യൂണിവേഴ്സിലെ പ്രൊട്ടക്റ്റേഴ്സ് എന്ന് പറയുന്നുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ട കാര്യം, നമ്മുടെ മെയിൻ ആയിട്ടുള്ള, അതായത് ശരിക്കുള്ള സിൽവർ സർഫർ ആയിട്ടുള്ള നോറൻ റാഡല്ല, മെയിലായിട്ടുള്ള നോറൻ റാഡല്ല വന്നിരിക്കുന്നത്, മറിച്ച് ഒരു ഫീമെയിൽ ആയിട്ടുള്ള സിൽവർ സർഫറാണ്. സോ ഈ ഒരു ഫീമെയിൽ സിൽവർ സർഫർ വന്നതോട് പലർക്കും എന്താ പറയുക, അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പലർക്കും ചിലർ കൺഫ്യൂസ്ഡ് ആണ്, ചിലർ ഭയങ്കര ഹെയ്റ്റ് ചെയ്യുന്നു. പക്ഷേ മാർവൽ അങ്ങനെ കൊണ്ടുവന്നതിന് വേറെ എന്തോ ഒരു പണിയുണ്ട്. കാരണം ഇതിൽ ഒരുപാട് തിയറീസ് ഫെൻറ്റാസ്റ്റിക് ഫോറിൽ വരുന്നുണ്ട്. അതായത് ഈ സംഭവം അടുത്ത ഫെൻറ്റാസ്റ്റിക്
4 കഴിഞ്ഞാൽ അടുത്ത വരാൻ പോകുന്ന പടം ഡൂംസ്ഡേ ആണ്, അതും കണക്ട് ചെയ്തിട്ടൊരു തിയറി. അപ്പം ഒരിക്കലും ഒരു ജെൻഡർ സ്വാപ്പ് അല്ല അവിടെ നടന്നത്. ജെൻഡർ സ്വാപ്പാണ് നടന്നത്, പക്ഷേ ജെൻഡർ സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ജെൻഡർ സ്വാപ്പ് ചെയ്തത്. എന്തോ ഒരു സ്പെസിഫിക് റീസൺ ഉണ്ടാവും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്നാലും ഈ ഒരു ഫീമെയിൽ സിൽവർ സർഫറിനെ കുറിച്ച് പറഞ്ഞുതരാം. ഷെല്ല ബാലൻ എന്നാണ് ഈ ഒരു സിൽവർ സർഫറിൻ്റെ പേര്. ഈ ഒരു ഫീമെയിൽ സിൽവർ സർഫർ പണ്ട് തൊട്ടേ ഉണ്ട് കോമിക്സിൽ. നിങ്ങളുടെയൊക്കെ നമ്മുടെയൊക്കെ പൂർവികർ മീൻസ് നമ്മുടെയൊക്കെ അച്ഛനമ്മയും ഒക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കോമിക്സിലുള്ളൊരു ക്യാരക്ടറാണ്. 1968 മുതൽ മാർവൽ കോമിക്സിലുള്ളൊരു ക്യാരക്ടറാണ്. സോ നോറൻ റാഡിൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് ക്യാരക്ടറായിട്ടാണ് ഈ ഒരു ക്യാരക്ടറിനെ കോമിക്സിൽ കാണിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ഈ ഒരു ക്യാരക്ടറും ഈ ഒരു സിൽവർ സർഫറും വന്നിട്ട് ഗലാക്ടസിൻ്റെ ഹെറാൾഡിൽ പെട്ടതാണ്. സോ ഹെറാൾഡ് വന്നിട്ട് നമ്മുടെ ഈ സിൽവർ സർഫേഴ്സാണ് വന്നിട്ട് നമ്മുടെ ഗലാക്ടസിന് തിന്നാനുള്ള പ്ലാനറ്റുകൾ ഏതാണെന്ന് സെറ്റാക്കി കൊടുക്കുന്നത് ഈ സിൽവർ സർഫർമാരാണ്. സോ പിന്നീട് നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സിൽവർ സർഫർ ഇവരുടെ അടുത്തായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ പ്ലാനറ്റ് ഡെത്തിലേക്ക് വേണ്ടി അല്ലെങ്കിൽ മരണത്തിന് വേണ്ടി അവസാനത്തേക്ക് വേണ്ടി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഗലാക്ടസ് വരുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഗലാക്ടസ് എന്ന് വെച്ചാൽ ഡോക്ടർ ഡൂമിനോടൊപ്പം പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. സോ ഡോക്ടർ ഡൂം അല്ല അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ആയിട്ടുള്ളൊരു കണക്ഷൻ തിയറി, ഒരുപാട് തിയറീസ് ഉണ്ട്. അതിനെക്കുറിച്ച് ബ്രീഫായിട്ട് ഈ വീഡിയോയുടെ അവസാനം പറയാം. പക്ഷേ ഒരു വലിയൊരു വീഡിയോ ചെയ്യേണ്ട ടോപ്പിക് തന്നെയാണ് ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ ആ ഡൂംസ്ഡേയുടെ ഒരു തിയറി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊരു വീഡിയോ സെപ്പറേറ്റ് ഞാൻ ചെയ്യാം. അപ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ ഹ്യൂമൻ ടോർച്ച് വന്നിട്ട് ഈ സിൽവർ സർഫറിനെ കയറി പിടിക്കുന്നതാണ്. സോ അവിടെ വെച്ചിട്ടായിട്ട് അവർ തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നത് ആകാശത്ത് വെച്ചൊക്കെ. പിന്നീട് നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റീഡ് പറയുന്നുണ്ട്, നമ്മൾ ഈ ബൗണ്ട്സ് ഓഫ് സ്പേസ് അത് ഞാൻ തെറ്റിച്ചു. അത് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും റീഡ് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. സോ റീഡ് പറയുന്നുണ്ട് അവരത് കേട്ടു. അതായത് അവർ ഒന്നെങ്കിൽ മൾട്ടിവേഴ്സിനായിരിക്കും ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഗലാക്ടസ്, അല്ലെങ്കിൽ എന്തോ ഒരു പുള്ളിക്കാരൻ ചെയ്തൊരു ഒരു എക്സ്പെരിമെൻറ്റ് പാളിപ്പോയിട്ടുണ്ട്. അതാണ് അവിടെ പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ ലൈറ്റ് മൊത്തം പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് ആ ഒരു ഭൂമിയിൽ മൊത്തം ലൈറ്റ് പോകുന്നതായിട്ടാണ് കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം വന്നിട്ട് അവർ സ്പേസിലോട്ട് പോകുന്നതാണോ അതോ അല്ല, അവർ സ്പേസിലോട്ട് പോകുന്നതല്ല. അതായത് അവർ സ്പേസ് സൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. സോ എന്തെങ്കിലും ഒരു മിഷൻ ആവാനാണ് ചാൻസ്. സോ പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മുടെ റീഡ് ബോർഡിൽ, ഇത് നമ്മൾ ടീച്ചറിലും കണ്ടതാണ്, റീഡ് ബോർഡിൽ എന്തോ തിയറീസും ഫോർമുലാസ് എഴുതുന്നുണ്ട്. അത് എന്തെങ്കിലും മൾട്ടിവേഴ്സ് ആവണം. നമുക്കറിയാം റീഡ് റിച്ചാർഡ്സിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ റീഡ് റിച്ചാർഡ്സ് വന്നിട്ടൊരു ഫേക്ക് ഗലാക്ടസിനെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരു ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇവരെ എല്ലാവരുടെ ഒരു ഒറിജിൻ സ്റ്റോറീസൊക്കെ ചെയ്യുന്നുണ്ട്. ഓരോ ക്യാരക്ടറിൻ്റെ ഒറിജിൻ സ്റ്റോറി, ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ ഒറിജിൻ സ്റ്റോറി ചെയ്യുന്നതായിരിക്കും. ജൂലൈയിലാണ് പടം ഇറങ്ങുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ എല്ലാം ഇറക്കാം. ഇപ്പം തണ്ടർ ബോൾട്സ് ഇറങ്ങാൻ പോവാണ്. അതിന് മുമ്പ് തിങ്സ് ടു റിമെമ്പർ ബിഫോർ വാച്ചിങ് ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിന് മുമ്പ് അതിൽ സെൻട്രിയുടെ ഒരു ഒറിജിൻ ചെയ്യണം, അതും വരുന്നതായിരിക്കും. സോ ബാക്ക് ടു ദ ബ്രേക്ക് ഡൗൺ. സോ നമ്മൾ വന്ന് സിൽവർ സർഫറിൻ്റെ കുറച്ച് സീൻസ് കാണുന്ന ഒരു ഫൈറ്റ് സീനാണ്. അവിടെ വെച്ചിട്ടായിട്ട് നമ്മുടെ സൂസ്റ്റാൻ പറയുന്നുണ്ട്, നമ്മൾ ഒരുമിച്ച് ഫൈറ്റ് ചെയ്യും ആസ് എ ഫാമിലി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഒരു ഫൈറ്റ് സീനൊക്കെ കാണുന്നു. പിന്നെ റീഡ് സ്ട്രെച്ച് ചെയ്യുന്നതൊക്കെ കാണുന്നു. അത് വളരെ നല്ലൊരു സീൻ തന്നെയാണ്. പിന്നീട് നമ്മുടെ ഒരു പബ്ലിക്കായിട്ട് ഒരു സ്പീച്ച് പോലെ നമ്മൾ റീഡ് പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. പിന്നീട് ആ ഒരു ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്നു. വളരെ നന്നായിട്ട് തന്നെ ഒരു റെട്രോ ഫീലാണ്. ഇതിനൊരു മോഡേൺ റെട്രോ പഴയ രീതിക്ക് തോന്നുന്നില്ല, ആ രീതിയിൽ കാണിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഗലാക്ടസിനും കാണുന്നു. ഗലാക്ടസിന് മുമ്പും നേരത്തെയും കാണിച്ചത് വളരെ ചെറിയൊരു രീതിയിലാണ്. സോ എന്തൊക്കെ തന്നെയാലും അത് അടിപൊളിയായിരിക്കും. സോ ഗേസ്, ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമ
ഒരിക്കലും എൻ്റെ ഒരു 99.9% വശം ഈ സിനിമ ഒരിക്കലും മോശമല്ല. കാരണം ഡൂംസ് ഡേയിലോട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉള്ളൊരു പടമാണ്. പക്ഷേ ഈ ഒരു പടം വന്നിട്ട് ഇതിൻ്റെ ഡയറക്ടർ പറഞ്ഞത് ഇത് വേറൊരു യൂണിവേഴ്സിൽ നടക്കുന്നൊരു പടമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ മാർവലിൻ്റെ യൂണിവേഴ്സിലെ കണ്ടിന്യൂഷനായിട്ടൊരു ബന്ധമില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഡൂംസ് ഡേ ആയിട്ട് ഈ പടത്തിന് തീർച്ചയായിട്ടും കണക്ഷൻ ഉണ്ടാവും. കാരണം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പടത്തിൽ ഡോക്ടർ ഡൂം തന്നെ തല കാണിച്ചാലും നമ്മൾ ഞെട്ടേണ്ട ഒരു ഇതുമില്ല. സോ എന്തൊക്കെ തന്നെയായാലും ആ ഒരു തിയറിയാണ്. അതായത് ഞാൻ പറഞ്ഞ അതായത് ഈ 4 ക്യാരക്ടേഴ്സ് റീഡ്, നമ്മുടെ ജോണി, സൂസ്റ്റോം, തിങ്, ഇവർ 4 പേരും എങ്ങനെയെങ്കിലും ഈ ഒരു മെയിൻ മാർവൽ യൂണിവേഴ്സിലേക്ക് വരും. ഇവർ അവഞ്ചേഴ്സ് ഡൂംസ് ഡേക്ക് കൺഫേം ആയതാണ് ഫെൻറ്റാസ്റ്റിക് 4 ഉണ്ടെന്ന്. സോ ആ തിയറി കുറച്ച് ഞാൻ പിന്നീട് മറ്റൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് ഉടനെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം എന്താ പറയുക, സോ ഇത്രയൊക്കെ ആയിരുന്നു എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് ഈ ട്രെയിലർ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കും. കാരണം അടിപൊളി ട്രെയിലർ തന്നെയായിരുന്നു. എന്തൊക്കെ തന്നെ ഈ പടം മരണമാസം വെയിറ്റിംഗ് ആണ് ഞാൻ. കാരണം ഈ മെയ് 1 ഇറങ്ങാൻ പോകുന്ന തണ്ടർ ബോൾട്സിനെ കാട്ടിൽ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ഫെൻറ്റാസ്റ്റിക് 4 ഫസ്റ്റ് സ്റ്റെപ്സ് ആണ്. സോ ഗൈസ് ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. സോ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ് മറ്റൊരു മാർവൽ വീഡിയോ നമുക്ക് വീണ്ടും കണ്ടാം. അതെനിക്ക് സൈനിങ് ഔട്ട്. അനുയോജ്യ സൂപ്പർ സ്റ്റേമെൻറ്റ് നമ്മളാണ് സൂപ്പർ ഹീറോസ്.